സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേ കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആഴ്ച നല്ല ഒന്നാന്തര സൂപ്പർ നല്ല കാച്ചിലിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇടുന്നത്. ഇതാണ് കാച്ചിൽ എന്ന് പറഞ്ഞ സാധനം. രണ്ട് കളറിൽ ഇതുണ്ട്. ഒന്ന് പിങ്ക് കളറിലുണ്ട്, ഒന്ന് വൈറ്റ് കളറിലുണ്ട്. ഇതതിൻ്റെ വിത്താണ് കേട്ടോ. ഈ വിത്താണ് നമ്മൾ നടണത്. ഈ പണിയെടുക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ ബ്രദറാണ് കേട്ടോ. ഒരു 60-65 കിലോ ഉള്ള ഒരു കാച്ചിൽ മാന്തി പുറത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് പുള്ളിക്കാരൻ നല്ലൊരു കൃഷിക്കാരനാണ് കേട്ടോ. എന്ത് കലാപരമായിട്ട് ചെയ്യണമെന്ന് നോക്കി നല്ല കൊലശ്ശേരിയൊക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ മാറ്റി നല്ല നീറ്റായിട്ട് വെയിലായതുകൊണ്ട് അത്ര വീഡിയോ എടുത്തിട്ട് അത്ര ക്ലിയർ ആവണില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ അടുത്ത് നിന്ന് നമ്മുടെ ഇരുമ്പമ്പുളി എന്നൊക്കെ പറയുന്ന സാധനം പൂത്ത് വരണേ ഉള്ളൂ. എന്നാലും അതിൽ നിന്ന് ചെറിയ ചെറിയ പുളികളെല്ലാം ഞാൻ അടർത്തിയെടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമുക്ക് പോവാം. അപ്പോൾ ഏതാണ്ട് കുറച്ചൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഫുള്ള് എടുക്കാനായിട്ട് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഓരോ പീസുകൾ അതായത് ഒരു 8 ഉണ്ടോ ഇതുപോലെ ആഴത്തിലേക്ക് ഉണ്ടാക്കും. ഓരോ പീസ് കട്ട് ചെയ്ത് മാറ്റാണ്. ഇപ്പോൾ അടുത്ത പീസ് എനിക്ക് തോന്നുന്നു ഒരു 8-10 കിലോയുടെ അടുത്തുണ്ടാവും. നിങ്ങൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഭയങ്കര ഭംഗിയായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാൽ അത് കഴിക്കണതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറന്നു പോകാണ്ട് കിട്ടുമ്പോൾ അത് നല്ലപോലെ ഉപയോഗിക്കാൻ നോക്കും കേട്ടോ. ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 10-15 കിലോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കണ കാരണം ഞാൻ പണിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാച്ചിൽ പല രൂപത്തിലുണ്ടാക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു മെത്തേഡ് വേഗം കാണിച്ചു തരാം. കാച്ചിലിനെ നന്നായിട്ട് കഴുകിയിട്ട് മീതെ ഭാഗത്തു നിന്നുള്ള തൊലി അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ കളറിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അതിന് നമ്മൾ നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം. കാരണം ഇതിനൊരു ഞോളപ്പുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മളൊന്ന് കഴുകിയെടുക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള പോലെ മുറിക്കാം കേട്ടോ. ഞാനൊരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ കാച്ചിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ചേനാതിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ പല കാച്ചിലിനും പല വേവാണ്. ഇത് പക്ഷേ 2 തിള കളിക്കുമ്പോഴേക്കും നന്നായിട്ട് വേവും. അപ്പോഴേക്കും നമുക്കിതേ കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാനായിട്ട് നോക്കാം. 1 കപ്പ് തേങ്ങ, കുറച്ച് ചുമന്നുള്ളി, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, പെരുംജീരകവും നമ്മൾ കറിക്ക് ഉപയോഗിക്കണം മറ്റേ ജീരകവും, കുറച്ച് മുളകിൻ്റെ പൊടി, ഞാൻ കാന്താരി മുളകിൻ്റെ പൊടിയാണ് എടുത്തേക്കണത്. അതെല്ലാം കൂടെ കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വേവൊന്ന് നോക്കാം. ഇത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കഷ്ണങ്ങൾ മൊത്തം ഒന്ന് കോരിയെടുക്കുകയാണ് നമ്മൾ. കോരിയെടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളം നമുക്ക് കളയാം. എന്നിട്ട് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഈ കാച്ചിലൊന്നും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് വെള്ളം വരെയൊക്കെ ഒഴിക്കാം കേട്ടോ. കാരണം അതിന് ഒരു ഏതാണ്ട് നേരൊക്കെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ നല്ല കറിവേപ്പില കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും അതിന്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലിഡ് വെച്ച് അടച്ച് ഒരു 2 തിള വരണ വരെ അങ്ങ് വേവിക്കാം. കാരണം ഈ തേങ്ങയും കാച്ചിലും കൂടി ഒന്ന് യോജിച്ച് വരണമല്ലോ. അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി സാധാ എല്ലാ കറികളും ചെയ്യണ പോലെ വെളിച്ചെണ്ണയിൽ കടുകും ഉള്ളിയും വറ്റൽമുളകും വേപ്പിലേക്ക് ചേർത്ത് നല്ലൊരു കടുക് വറുത്ത് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇടുക. അപ്പോൾ അടിപൊളി കറിയായി. ഇനി നമ്മളിത് കപ്പയൊക്കെ പുഴുങ്ങണ പോലെ കുറച്ചും കൂടി വലിയ കഷ്ണമാക്കി ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ട് മുളകൊക്കെ പൊട്ടിച്ചിട്ട് മുളക് ചാറ് കൂട്ടിയിട്ടൊക്കെ ഇത് തിന്നൂട്ടോ. അടിപൊളിയാണ്, അതും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തേരെ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.